നമസ്കാരം. ഈ കമ്പി ചാനൽ ഞാൻ വേറെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇതിലങ്ങനെ കമ്പി വർത്താനം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ചാനൽ തുടങ്ങിയേക്കണത്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് തൊട്ടാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുക. അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇതില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ന് പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. 35 കേസ് എടുത്തിരുന്നു ഹേമ കമ്മിറ്റി. അതിൽ 36 അതിജീവിതകളും കോംപ്ലിമെൻസായി. ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം പിന്നെ അവർക്ക് ആ ഫിലിം ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല, ഔട്ടാവും. ഇവളൊക്കെ കിടന്നും ഒക്കെ ഈ ചാൻസിന് വേണ്ടി കിടന്നും മലന്നും ഒക്കെ കൊടുത്ത ആൾക്കാർ തന്നെ അവസാനം ഉണ്ടല്ലോ പറഞ്ഞത് ചെയ്യാണ്ടൊക്കെ വരുമ്പോഴാണ് കംപ്ലൈൻറ്റ് കൊണ്ട് വരുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് പുണ്യാളത്തികളായിട്ടല്ല. അപ്പോൾ കോംപ്ലിമെൻസായി നിനക്ക് ആ സിനിമയിൽ ചാൻസ് തരാം, ഈ സിനിമയിൽ ചാൻസ് തരാമെന്നൊക്കെ പറയുമ്പോൾ കേസിന് ഞങ്ങളില്ല. അത് ഹേമ കമ്മിറ്റിക്ക് ഞങ്ങളൊരു രഹസ്യമൊഴി കൊടുത്തെന്നുള്ളൂ. അത് കേസാക്കണം എന്നൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം സെലിബ്രിറ്റി ആകണമെങ്കിൽ കിടന്ന് കൊടുക്കണമെന്ന് അറിയുന്ന ആൾക്കാർ തന്നെയാണ് ആ പെണ്ണുങ്ങൾ മുഴുവനും. അപ്പോൾ അവരുടെ ഉദ്ദേശം സാധിക്കും. അവർക്ക് ചാൻസുകൾ കിട്ടുമെന്ന് ഓഫർ കിട്ടിയപ്പോൾ അവർ കളിക്കാൻ കൊടുക്കാനൊക്കെ ഇനിയും തയ്യാറാണ്. അല്ലാണ്ട് അവർ പുണ്യാളത്തികളായിട്ട് കേസ് കൊടുത്തതൊന്നുമല്ല. 35 കേസിൽ 34 എണ്ണം എഴുതിത്തല്ല. എന്നിട്ട് പോലീസ് പിന്നെ ഒരു ഔദാര്യം കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മൂടില്ല, പിന്നെ എപ്പോഴെങ്കിലും മൂടുണ്ടായി കേസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ റീഓപ്പൺ ചെയ്തോളാം. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ചിലവിൽ ഈ IPS ഓഫീസേഴ്സ് പൂങ്കുഴലിലേക്ക് ഇതിനും വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് എന്താ അവിടെ നടന്നത്? അതാണ് ഫിലിം ഫീൽഡ്. അവിടെ എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും ആരും തൊടൂല. കണ്ടില്ല സിദ്ദിഖിനെ റേപ്പ് കേസ് വരെ അവൻ്റെ പേരിലുണ്ടായിട്ട് അവൻ സുപ്രീം കോടതി പോയി ജാമ്യം എടുക്കുവോളം അവനെ പോലീസ് കള്ളനും പോലീസും കളിച്ച്. അത്രേ ഉള്ളൂ. നമ്മുടെ കേരള പോലീസൊക്കെ അവരെ തൊടൂല. സെലിബ്രിറ്റികളെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളും അങ്ങനെയാണ്. നല്ല ചാൻസൊക്കെ കിട്ടി പെട്ടെന്ന് ക്ലിക്കായാൽ കേൾക്കണം. അവൾക്കും സെർവൻസ് ആയമാർ ഭരണ പ്രതിഫലമൊക്കെ കിട്ടും. 4 ആൾ അറിയും. അപ്പോൾ ഒന്ന് കിടന്നു കൊടുത്ത ഈ സാമാനം ചളങ്ങി പോകുന്നില്ലല്ലോ. അപ്പം അന്നൊക്കെ കോലാഹലം ഉണ്ടാക്കിയ എന്തിനാ ബാർഗൈനിങ്ങിനായിരുന്നു. ഇപ്പം മനസ്സിലായി ഞങ്ങളില്ല. അപ്പോൾ എന്താ ഇപ്പുറത്ത് നല്ല ഓഫറും ചരട് വലിയ നടന്നിട്ടുണ്ട്. അവൾക്കൊക്കെ ഇനി ചാൻസ് കിട്ടും. അവളുടെയൊക്കെ ഉദ്ദേശം നടന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് ആർക്കും എന്ത് ഗുണമുണ്ടായി? ഒന്നുമില്ല.